കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. മാർക്കറ്റ് കണ്ണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ്. നല്ല അഭിനയം ഇരുന്നില്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ ബീഫ് ഞാനൊക്കെ എടുത്ത്, പിന്നെ നമ്മുടെ മോരുകറി ഇതട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. ഇന്ന് സാറ്റർഡേ വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലഞ്ച് പ്രിപ്പറേഷൻ തന്നെയാണ് കേട്ടോ. മോരുകറി ഉണ്ടാക്കണം, ബീഫും വാങ്ങി വെച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ ആണോ റോസ്റ്റ് ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, നമുക്ക് നോക്കാം. അപ്പോൾ സേതുവിനോട് എല്ലാം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുമ്പളങ്ങ, തേങ്ങ, അങ്ങനെ എല്ലാം വാങ്ങി. പക്ഷെ തൈര് മാത്രം മേടിച്ചുകൊണ്ട് വന്നിട്ടില്ല. അപ്പൊ സേതുട്ടൻ ഞാൻ പറഞ്ഞിട്ട് അത് വാങ്ങാനായിട്ട്. ലച്ചു ട്യൂഷന് പോയി. അപ്പൊ എന്തായാലും ഇപ്പൊ 2 ദിവസമായിട്ടൊക്കെ മഴയാണ്, എന്നിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ ഓർത്തെന്നാ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഇപ്പൊ അതേ കുറെ ബട്ടർഫ്ലൈസ് ഒക്കെ, ഞാൻ ചെടിയൊക്കെ അത് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്യാനുണ്ട് എനിക്ക്, അതെല്ലാം ചെയ്യണം. ഓരോന്നോരോന്ന് പയ്യെ പയ്യെ ചെയ്ത് വന്നോളൂ കേട്ടോ. അപ്പൊ നമുക്ക് വേഗം കിച്ചണിലേക്ക് പോവാം, നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാം. കുറച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച പാത്രമൊക്കെ കഴുകി, പിന്നെ നമുക്കിനി കുറച്ച് കലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതും കൂടെ വേഗം കഴുകിയെടുക്കാം. എന്നിട്ട് വേണം നമ്മുടെ പണിയിലേക്ക് പോകാനായിട്ട്. വെച്ച് ട്യൂഷന് പോയി. അപ്പം നമ്മൾ ട്യൂഷൻ കഴിഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ചെല്ലണം. അതായത് കറക്റ്റ് സമയമില്ല കേട്ടോ, കാരണം എപ്പോഴാണോ മാക്സിമം മാത്രമേ ട്യൂഷൻ ഉള്ളൂ. അവർ വിളിക്കുമ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം പോകാനായിട്ട്. പണ്ട് നല്ല ട്യൂഷൻ പോകുമ്പോൾ ഇന്ന സമയം ഉണ്ടായിരുന്നു, നമുക്ക് ഇടയിൽ പോകായിരുന്നു, കാരണം ഇത്ര സമയത്തല്ലേ അവിടെ വരുള്ളൂ എന്നായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ എന്തെങ്കിലും പോകാൻ പറ്റില്ല, ട്യൂഷൻ ആക്കിയിട്ട് അവിടെ പോകാൻ പറ്റില്ല. ആഴ്ചയിൽ 3 ദിവസം ഉള്ളൂ കേട്ടോ ട്യൂഷൻ. എന്നിട്ട് മൈക്ക് ഓൺ ആണോ നോക്കട്ടെ. ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ മൈക്ക് ഓൺ ആക്കാനൊക്കെ മറന്നു. അത് ഇവിടെ നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് ബീഫ് നോക്കാം. ബീഫ് അങ്ങോട്ട് കഴുകി വെക്കാം. അപ്പൊ ബീഫ് നോക്കാം. കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്, നല്ലോണം സെറ്റ് ആവും തോന്നുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആവും, അത്യാവശ്യം എല്ലും ഉണ്ട്, കുറച്ച് നെയ് പീസൊക്കെ ഉണ്ട്. ചെയ്തിട്ട് ആ ലൈറ്റ് ഇടക്ക് താന്ന് വീണ് പോകുന്നു, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇങ്ങനെ അതിന്റെ അടിയിൽ എന്തെങ്കിലും ഒട്ടിക്കണം. ചെയ്തണ്ട ചോറ് നോക്കട്ടെ. അപ്പൊ നമുക്ക് ചോറ് വാർക്കാം. അപ്പൊ നമുക്ക് ബീഫ് അങ്ങോട്ട് കഴുകിയെടുക്കാം, 2 ദിവസത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. കുറച്ചുള്ളൂ, ഞങ്ങളങ്ങനെ കുറച്ച് പോർഷനായിട്ടാണ് വെക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് പോർഷൻ വൈകുന്നേരം നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കും. അപ്പൊ അത് കഴുകിയിട്ട്, കഴുകണതിന് മുന്നേ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ളത് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് വല്ല വേറെ മോഡലില് സ്റ്റൈലിൽ ഉണ്ടാക്കാമല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് ആദ്യം മാറ്റി വെക്കാം. ഞാൻ ഇതിൽ മാറ്റാൻ പോണേ, ഇത്രയും മാറ്റാം. രണ്ടും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എല്ലും നെയ്യും ഒക്കെ എടുത്ത് വെക്കാം. അപ്പൊ എൻ്റെ ഫോൺ വെക്കാം. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. വാഷ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടാ. നമ്മൾ കുറച്ച് കഴുകാതെ വെക്കണമായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടാ. അപ്പൊ നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്യാം. ആരാ? രമണി മിസ്സാണോ? സേതട്ടൻ പോവോ? അപ്പൊ നമ്മൾ ലച്ചുവിന്റെ ട്യൂഷൻ ടീച്ചർ വിളിച്ച് കഴിഞ്ഞ്, അപ്പൊ സേതട്ടൻ പറഞ്ഞ് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ പോകണം.
അടുത്താണ് കേട്ടോ ട്യൂഷൻ, എന്നാലും നടക്കുകയാണെങ്കിൽ ഉണ്ടാവും, നമ്മൾ വണ്ടിക്കല്ലേ പോയി വിളിക്കുക. എനിക്കിനി അടിക്കാനുണ്ട്, തുടയ്ക്കാനുണ്ട്, അങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ട്. സാറ്റർഡേ അല്ലേ, അപ്പൊ നമുക്ക് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അല്ല 2-3 ദിവസം എനിക്ക് നല്ല പണിയായിരുന്നു കേട്ടോ. പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പണിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം ഇതും കൂടെ ഒന്ന് സെറ്റ് ആക്കട്ടെ. ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞിടാ, ഞാൻ ചതച്ചിട്ട് ഓരോ ദിവസം ഓരോ നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. പൊടിയുടെ സ്മെല്ലടിക്കുമ്പോൾ തുമ്മല് വരുന്നത്. നമുക്ക് ഇതേരം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? തുമ്മൽ ഇന്നലെ മൊത്തം തുമ്മലായിരുന്നു. ഇന്നലെ ഞങ്ങൾ റൂമൊക്കെ ക്ലീൻ ചെയ്യണമായിരുന്നു കേട്ടാ. വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച്, പിന്നെ വീഡിയോ എടുക്കാൻ നിന്ന് എൻ്റെ ഒരുപാട് സമയം പോകും. അപ്പൊ ഞാൻ എടുത്തില്ല. നമുക്കിനി കുമ്പളങ്ങയും കൂടെ അരിഞ്ഞെടുക്കാം. എല്ലാം ഷടം ചെയ്യാം. വെച്ചു വന്നാ കൊറേ നാളായിട്ടാ മോരിയറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. എനിക്കിന്ന് കൊതിയായി മോരിയറി കഴിക്കാനായിട്ട്. വേനോർത്തെന്നാ മേടിക്കും. ഇന്നലെ വീട്ടിൽ അമ്മേനെ വിളിച്ചപ്പോ അമ്മേനെ അവിടെ മോരിയറിയാന്ന് പറഞ്ഞു. ചിലപ്പോ അതായിരിക്കും എനിക്ക് കൊതിയായത്. ഇന്ന് വീട്ടിൽ അമ്മേനെ വിളിച്ചു ചോദിച്ചപ്പോ ചാളയാണ്, നല്ല ചാളയെന്ന് പറയണ്ട. അപ്പൊ അതും കൊതിയായി. തേങ്ങ അരച്ച് മാറ്റാണ്ടാന്നറിയ. ഇനി കരണ്ട് എങ്ങാനും പോയാലുണ്ടല്ലോ. ഇന്നാളെ ഒരു ദിവസം ഞാൻ ഇതുപോലെ എല്ലാം അരിഞ്ഞ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോ മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോ തന്നെ കരണ്ട് പോയി. പിന്നെ നമുക്ക് വേഗം മഴയൊക്കെ അല്ലേ, പോകാറില്ല. വൺസിന്റെ വയൽ എന്നൊക്കെ പറഞ്ഞ പോലെ ചിലപ്പോ പോവും. കരക്കാം. ഞാൻ എപ്പോഴും മിക്സി അടിക്കുമ്പോൾ എനിക്കൊരാളെ ഓർമ്മ വരും. സേതുവിന്റെ ഫ്രണ്ടാണ് കേട്ടോ, പ്രീതി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് എൻ്റെ ചേച്ചീനെ പോലെ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരി ഇടക്ക് വിളിക്കും. അപ്പൊ എന്നോട് പറയും മിക്സിയുടെ ഇടയിൽ ചേച്ചിയുടെ 2 വിരല് പോയിട്ട് അങ്ങനത്തെ ഇങ്ങനെ വിളിച്ചോരോന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് അത് ഓർമ്മ വരും. എപ്പോഴും മിക്സി അരയ്ക്കാനായിട്ട് എപ്പോഴും എനിക്ക് പ്രീതി ചേച്ചിയുടെ കാര്യം ഉണ്ടാ. ഒന്നും കൂടി പേസ്റ്റ് ആക്കാം. അത് റെഡിയായി. നമുക്കിനി ഇതും കൂടെ അടിച്ചു വെക്കാം. തൈര് കുറച്ച്, നമുക്കൊരു കത്രിക വേണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അത്യാവശ്യം തൈര് ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. തൈര് നന്നായിട്ട് വേണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് എത്തുള്ളൂ. അപ്പൊ ഇതും അടിച്ചെടുക്കാം കേട്ടാ. മതി, ഓവറായിട്ട് അടിച്ചാലേ നല്ലതാ. അപ്പൊ അതേ ഞാൻ കുക്കറിലാണ് നമ്മുടെ ഇത് വെച്ചത്. മോര്, കുമ്പളങ്ങ, പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചു കേട്ടാ. ഒറ്റ വിസില്, അല്ലെങ്കിൽ ചമ്മന്തിയായി പോവും. അപ്പൊ പെട്ടെന്നാവും. ഇനി കുമ്പളങ്ങ വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ ചോറ് വെച്ചു. ചോറായി കഴിയുമ്പോ കുമ്പളങ്ങ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി അതായി കഴിയുമ്പോഴത്തേക്കും ബീഫ് ഇടും. അപ്പൊ നമുക്ക് ഒറ്റ കുക്കർ തന്നെ, പാത്രം അധികം ഇതാവില്ല. അപ്പൊ നമുക്ക് വേഗം ഒന്ന് നീറ്റാക്കി എടുക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഇനിയിപ്പൊ അതാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. ഇതൊക്കെ കൊണ്ടു വയ്ക്കാം. നമുക്ക് ആ വേപ്പില വേണം. വേപ്പില നമ്മുടെ ഇവിടെ ഉണ്ടാവണേ. ഇത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓഫ് ചെയ്യണേ. അപ്പൊ നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ദേ നമ്മുടെ കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റും. നമുക്ക് എന്താ പറയാ, ഇതിലേക്ക് മാറ്റാം.
കുമ്പളങ്ങ കേട്ടാ, ഒറ്റ വിസിലേ ഞാൻ അടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടേക്കണത്. ആ ശരി, എല്ലാം ഒതുക്കി വെച്ചാ. ഒന്ന് നോക്കാം. ഉണ്ട്, എരിവുണ്ടല്ലോ. മോര് വരുമ്പോ ശരിയാവും. ഇനി നമുക്ക് വേഗം ഇത് കഴുകിയിട്ട് നമുക്ക് ബീഫും കൂടെ വേവിക്കാം. ബീഫിൽ ഞാൻ ഇനി ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടാ. ഇനി കറിവേപ്പില ഇട്ടിട്ടില്ല. ബീഫിൽ നമ്മളിനി വെള്ളം ആഡ് ചെയ്യണില്ല കേട്ടാ, ഇതിന് തന്നെ വന്നോളൂ. ഇതൊന്നും ആവട്ടെ. അപ്പൊ ഇനി ബാക്കി ഞാൻ താളിക്കുമ്പോഴത്തേക്കും വരാം. കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് വേണ്ട, നമ്മൾ ഇന്നലെ ഒരു പുതിയൊരു നിയർ ബൈ മാർക്കറ്റ് അങ്ങനെ എന്താ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോ മേടിച്ചാണ്ട് 2 കുഞ്ഞു ബോട്ടില്. സോ ഇതന്നെ എപ്പോഴും തണുത്ത വെള്ളം കുടിക്കുള്ളൂ. അപ്പൊ വലിയ ബോട്ടിലാണ് നമ്മൾ മേടിച്ചേക്കണം. അപ്പം എപ്പോഴും അത് കുടിച്ചിട്ട് ബാക്കി അവിടെ വയ്ക്കും, പിന്നെ അത് ഇതാവും. അപ്പൊ ഇതാവുമ്പോ നമുക്ക് എന്താ കുഴപ്പമില്ല, കുറച്ച് കുടിക്കാനും തോന്നും, ബാക്കിയൊന്നും ബാലൻസ് ഒന്നും ചെയ്ത് തന്നത് വരും തോന്നണില്ല. അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു 2-3 കൂടി എനിക്ക് മേടിക്കണമെന്നുണ്ട്. അപ്പൊ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്യട്ടെ, എന്നാലല്ലേ നമുക്ക് എന്താ പറയാ വെള്ളം വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ്. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. വെള്ളം പതുക്കെ ആ സ്ക്രബ്ബർ വെച്ചിട്ടേ. ഞാൻ മോര് ആഡ് ചെയ്യാൻ പോണേ കേട്ടോ. ഞാൻ അധികം തിളപ്പിക്കൊന്നുമില്ല, കാരണം മോര് പിരിയൂലോ. ഇതെല്ലാം അറിയാം, പക്ഷെ ഞാന് എന്തേലുമൊക്കെ പറയണ്ട്, എന്താണ് കേട്ടാ. പിന്നെ ചിലവര് എന്നാലും ഞാൻ എന്തോ ഒരു വീഡിയോ ഇട്ടപ്പോ പറഞ്ഞു എനിക്കറിയുന്നവര് ഞാൻ അറിയാലോ അതുകൊണ്ടാണ് ഞാൻ പറയാനെന്ന് പറഞ്ഞ്. എനിക്കത് അറിയണ്ടായിരുന്നില്ല. ഞാനത് നോക്കി ഉണ്ടാക്കി. ഞാൻ 2-3 സ്റ്റെപ്പൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഫ്ലോപ്പ് ആയി പോയി എന്നൊക്കെ 2 ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയാവുന്നവര് കേട്ടാ, കമന്റിലൂടെ അല്ല, നേരിട്ട്. ഓക്കെ, കുറച്ച് വെക്കാം ബീഫ്. ഞാൻ ഇതിനുള്ളില് വളരെ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. നല്ല അടിപൊളി മോരിയറിയാണേ. ചൂടാണ് ഇവിടെ, അല്ല. അപ്പൊ നമുക്കിനി താളിച്ചൊഴിക്കാട്ടാ. അതെ, നിങ്ങൾ എത്ര പേര് മുത്തശ്ശി കണ്ട്? ഞാൻ മിഞ്ഞാന്ന് 2-3 ദിവസങ്ങളിലായിട്ടാണ് കേട്ടാ കണ്ട് തീർത്തത്. പേടിയാവെന്ന് പറഞ്ഞിട്ടാ കണ്ടത്, പക്ഷെ പേടിയൊന്നും ആയില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര ഹൊറർ അങ്ങനെ ഇതാണെന്നൊക്കെ പിന്നെ ഭയങ്കര പേടിയായില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടാ, കുഴപ്പമില്ല. നമുക്കിങ്ങനെ കണ്ടിരിക്കാം. അതായത് പഴയ ഒരു കാലത്തെ ഇതും പിന്നെ അവിടുത്തെ അന്തരീക്ഷവും കാടും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പേടിച്ചില്ല. പിന്നെ ഞങ്ങള് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് മുത്തശ്ശിയും ഗ്രാനി എന്ന ഷോർട്ട് ഫിലിമില്ലേ അതും സെയിം ആണ്. അപ്പൊ ഞാൻ ചെയ്തതിനോട് അല്ല, അത് രണ്ടാണെന്ന് പറഞ്ഞു. ചെയ്തിട്ട് അല്ലാന്ന് പിന്നെ ആളെടുത്ത് നോക്കിയപ്പോ പറഞ്ഞ ശരി. അപ്പൊ ഞങ്ങൾ രണ്ടും കണ്ടു. ചെയ്തതിന് മുത്തശ്ശീനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗ്രാനിയാണ് കേട്ടാ. അത് കുറച്ചൊക്കെ ഒന്ന് നമ്മളെ ഇത്തിരിയൊക്കെ ഒന്ന് ഇതായിട്ടുണ്ടായി. എനിക്ക് ഓക്കെ.
നല്ല അഭിനയം ഇരുന്നില്ലേ ആ ഗ്രാനിയുടെ അതെ മുത്തശ്ശിയുടെ അതെ. ഇനി എനിക്ക് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട് കാണാനായിട്ട്, അതൊന്ന് കാണണോന്ന് ഓർത്തിട്ടിരിക്കണേ കേട്ടാ. ഞാൻ ഇന്നാളെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പോഴാണ് എനിക്കൊരു ഇത് മനസ്സിലായത്. ഭാവന ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. ഫഹദ് ഫാസിലും വേറെ ആരാ, ദിലീഷ് പോത്തനാണോന്ന് എനിക്ക് സംശയമുണ്ട്. അവരൊക്കെ കൂടി ചേർന്ന് ഇതാക്കണ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു യൂട്യൂബ്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഭാവന ക്രിയേഷൻ, അത് ഫഹദ് ഫാസിലും ആരൊക്കെ കൂടി അവരുടെ യൂട്യൂബ് ചാനലാണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ, ഷോർട്ട് ഫിലിം ഒക്കെ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പം യൂട്യൂബ് ഇങ്ങനെ കണ്ട് മടുത്ത് ഇങ്ങനെ ഓരോ വ്ലോഗ്സ് ഒക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും കാണാനില്ലാതെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യൂലേ, അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ കണ്ടോളൂ കേട്ടോ, ഭാവന ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ആ യൂട്യൂബ് ചാനലില് നല്ല കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരെണ്ണം കണ്ടിട്ടുള്ളൂ, സേതത് ഓൾറെഡി കുറെ കണ്ടിട്ടുണ്ടെന്ന് പറയണ്ടായി. ഇപ്പൊ ഞാൻ ഫോണിൽ തന്നെ നമുക്ക് ഇരുന്ന് കാണാമല്ലോ, അല്ലെങ്കിൽ ടി വിയിൽ വേണമെങ്കിലും കാണാം. ഞാൻ ഫോണിലാണ് അത് കണ്ടത്. ഞാൻ വെച്ച് മാത്രമേ ഉള്ളൂ വീടൊക്കെ അടിച്ചു വാരി നീറ്റാക്കണോട്ടാ. വീട് അടിച്ചു വാരിയിടാം, അപ്പൊ ലേറ്റായി. ഇത് എന്താ കവറിൽ വെച്ചേക്കണേ? അമ്മയ്ക്ക് ചൂട് എടുത്തിട്ട് വെക്കണം. ഓന് കാലിടായിരുന്നില്ലേ? മാറിക്കയുടെ കാൽ മാറ്റി. ഇവിടെയൊക്കെ നിങ്ങളുടെ വെള്ളം പോയാ? അത് അച്ഛന്റെ കുപ്പിയല്ലേ? വെയിൽ വന്നിട്ട് നമുക്ക് തുണിയൊക്കെ ഇടാം. കാരണം അടുത്ത് ഇതലക്കാൻ. ഇവിടെയും കൂടെ അടിച്ചു കഴിഞ്ഞ് എനിക്ക് തുടക്കാനും കിട്ടാം. അപ്പോഴത്തേക്കും ബീഫ് ഓഫ് ചെയ്ത് ഞാൻ കുക്കർ. ഇനി ഇവിടെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം ബീഫ് കൂടെ എന്തില്ലെങ്കിൽ ഞാൻ 2-3 വിസിലും കൂടെ അടിക്കാന്ന് വിചാരിച്ചു. വേഗം അടിക്കട്ടെ കേട്ടോ. അപ്പൊ എന്റെ അടിക്കലെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് തുടക്കാനുണ്ട്. തുടച്ച് ഇതേ പോർച്ചൊക്കെ ഒന്ന് കഴുകണം, സ്റ്റെപ്പൊക്കെ തുടക്കണം. അപ്പൊ ഇനി അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കാണാം കേട്ടാ. അപ്പൊ അതേ ഞാൻ തലയില് എന്നെ കാണുമെന്നാണ് എന്റെ ഞാനപ്പോ എണ്ണയൊക്കെ തേച്ച് പണി കഴിഞ്ഞില്ല, തുടക്കലൊക്കെ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോ നമ്മുടെ ബീഫായിട്ടുണ്ട്. ലച്ചിക്കുട്ടിക്ക് ഇത്തിരി പഴംപൊരിയും ബീഫും കൂടി കൊടുക്കാന്ന് വിചാരിച്ചു. ഇതിന് നമുക്ക് ഫ്രൈ ആക്കണം കേട്ടാ, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാതാണ് നമുക്ക് ഇഷ്ടം. ഫ്രൈ ആയിട്ടില്ല, കൊണ്ടേ കൊടുത്തിട്ട് ഇപ്പൊ വരാട്ടാ. ടിവിയുടെ സൗണ്ട് ഇത്തിരി കുറച്ചോട്ടാ, വീഡിയോ എടുക്കണേ. തലയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഉണ്ടാക്കിയിട്ട് കുളിക്കാം. അപ്പൊ ഞാനിത് വേഗം ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടാ. ഇനി ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബീഫ് എല്ലാം ആയി കഴിഞ്ഞിട്ട് ഇനി എന്നെ കാണുള്ളൂ. അപ്പൊ അതേ കുളിയെല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് കഴിക്കാം. 2 മണിയാവാറായി, കുറച്ച് വൈകിപ്പോയി. ഒരു സേതരം പറഞ്ഞതായിരുന്നു ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണമെന്ന്, പക്ഷെ സമയം കിട്ടിയില്ല. വിശക്കണുണ്ട്. ഇച്ചിരി ചോറ്. എല്ലാരും
ഞാൻ കഴിച്ചോന്ന് പറഞ്ഞാ അമ്മ വരട്ടെ രാഗി വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കൂലായിരുന്നു. അയ്യോ ഞാൻ ഉണ്ടാക്കിയ ഇതൊന്നും കാണിച്ചു തന്നില്ലല്ലോ, മോര് കറിയൊക്കെ. അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ നമ്മുടെ ബീഫ്. ഞാൻ അത്രയും ഇങ്ങോട്ട് ഫ്രൈ ആക്കണമെന്ന് ഓർത്ത് സമയം കിട്ടിയില്ല. ഇങ്ങനെ ആക്കിയെടുത്ത് പിന്നെ നമ്മുടെ മോര് കറി ഇതാണ് കേട്ടാ. ഞാൻ കറി എടുക്കാം. ഹട്ട് ബീറ്റ്. അയ്യോ പാട്ട്. ഇന്ന് ഭയങ്കര മഴ അതുകൊണ്ട് ലൈറ്റിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും കേട്ടാ. നമുക്ക് വിളമ്പാം. ചുനയിൽ വെക്കാം കുമ്പളങ്ങ. ചിലപ്പോ ഒഴിച്ചാ ഇഷ്ടപ്പെടൂല. ഞാൻ ഇത്തിരി കുളം പോലെ ചാടും, എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്താൽ. അധികം ചാറ് പാടില്ല. നമ്മുടെ ലച്ചിക്കുട്ടിക്ക്, ഇതെനിക്ക്, ചെയ്തേട്ടന്, എനിക്ക് കുറച്ച് അച്ചാറും കൂടെ വിളമ്പുന്നുണ്ട്. അവർക്ക് വേണ്ട കേട്ടോ അച്ചാർ. അപ്പൊ ഞങ്ങൾ ഇന്ന് TV ഒക്കെ കണ്ടിട്ടായിരിക്കും ഇത് കാണുന്നത്. ഓക്കെ.